ഹായ് മക്കളെ, ഈ സെയിം വീഡിയോ +1-ലും +2-ലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ രണ്ടാൾക്കുള്ള പ്രശ്നത്തിന്റെ പരിഹാരമാണ്. എന്താ പ്രശ്നം? ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിന്റെ താഴെ വന്ന ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ബുക്ക് തുറക്കുമ്പോൾ അത് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആവാം, നോട്ട് ആവല്ലേ, വേറെ ഏതെങ്കിലും ഗൈഡ് ആവാം, ഉറക്കം വരിക എന്നുള്ളതാണ്. അതിന്റെ സൊല്യൂഷനാണ് ഇവിടെ. പക്ഷെ ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം, ഞാനിത് ലിറ്ററലി ആ സെയിം സാധനമാണ് മീൻ ചെയ്യുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പ്രതീക്ഷയോടെ ആവേശത്തോടു കൂടി പഠിക്കാൻ തീരുമാനിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും നേരെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നു, അല്ലെങ്കിൽ നോട്ട് ബുക്ക് തുറക്കുന്നു, അല്ലെങ്കിൽ വേറെ ഗൈഡ് തുറക്കുന്നു. അപ്പോൾ പഠിക്കാനുള്ള മൂടൊക്കെ പോകുന്നു, ഉറക്കം വരുന്നു എന്നുള്ളതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യട്ടോ. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ +1-ലോ +2-ലാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്സും വെച്ചല്ല പഠിച്ചു തുടങ്ങേണ്ടത്. വളരെ സിമ്പിൾ സാധനമാണ്. അതായത് ഞാൻ 2007, 2008 +1, +2 പഠിച്ചത്. അന്ന് പോലും എല്ലാ ആൾക്കാരും പറയുന്ന +1, +2 പഠിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കണം. അന്നടക്കം ടീച്ചേഴ്സ് ഞങ്ങളോട് പറയായിരുന്നു കേട്ടോ, എടാ ടെക്സ്റ്റ് ബുക്ക് വെറുതെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബോർഡ് എക്സാമിന് ഞാൻ പഠിപ്പിച്ച മാത്രം മതി. അതായത് ഞാനിങ്ങനെ ആലോചിച്ചേക്കും, ഒരു +1 കുട്ടി ആദ്യമായിട്ട് ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് തുറക്കുന്നെങ്കിൽ, അത് ഏത് ചാപ്റ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 6 മാസം മുന്നേ എങ്ങാനും ഉപയോഗിച്ച ഒരു നോട്ടാണ് ആദ്യമായി തുറക്കുന്നെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എന്താണ്, ഉറക്കം വരും എന്നുള്ള 100% ഉറപ്പാണ്. നമ്മളോടൊക്കെ അന്ന് പഠിക്കാൻ പറയുന്ന ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഇത് എപ്പോഴും ഓപ്ഷനല്ല. എന്തിനാ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് വെച്ചാൽ, അഥവാ പ്രത്യേകിച്ച് എൻട്രൻസ് ഒക്കെ നോക്കുന്ന കുട്ടികൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് 95% ഇവിടെ തന്നെ കിട്ടും. ആ 5% മിസ്സാവുന്നുണ്ടോ ഡൗട്ടുള്ള അത്രക്കും ഇതുള്ള കുട്ടികൾ വായിക്കാനാണ് അന്നൊക്കെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയാറുള്ളത്. ഇപ്പോഴും ചില സ്കൂളൊന്നും ടെക്സ്റ്റ് ബുക്കേ നോക്കാറില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനുശേഷം നമ്മളോട് പിന്നെ പറയാന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. ഇത് മൂന്നും ഈ 3 സ്റ്റെപ്പും ചെയ്താലാണ് പഠനം എന്ന് പറയുന്നത് സംഭവിക്കുക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നിങ്ങളൊരു 6 മാസം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ പിന്നെ പരീക്ഷ അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോസസ്സിൽ ഉണ്ടാക്കിയ നോട്ട്, ആ നോട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതാണ് മെത്തേഡ്. ഓക്കെ, അതേ സ്ഥാനത്ത് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ എന്താണ്, ചിലപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെ അന്ന് തീരെ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിലോ ഇപ്പം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സിലോ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എന്താണ്, ഉറക്കം വരും, ബോറടിക്കും. പകരം നിങ്ങൾ തുടങ്ങേണ്ടത് ക്ലാസ് കേട്ടിട്ടാണ്, ക്ലാസ് കണ്ടിട്ടാണ്. ആ ക്ലാസ് ഏതാ, ഒരു സംശയമില്ല, പുതിയ പാറ്റേണിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എൻഡിൽ എഡ്യൂപോർട്ടൊന്നും കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് വീഡിയോ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുക. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ +2 കുട്ടികൾക്ക് എനിക്കൊന്ന് +1 എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്തൊക്കെ ഷെഡ്യൂൾ പോകുന്നത് എനിക്കിപ്പോൾ ഓർക്കാറില്ലാത്തതുകൊണ്ടാണ്. +2 കുട്ടികളെ സംബന്ധിച്ച് എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പാർട്ടായിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആ ചാപ്റ്റർ എടുക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ക്ലാസ് കാണാം. ആ ക്ലാസ് കാണുന്നത് എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. എന്ത്, നമ്മളുടെ ഇൻട്രസ്റ്റ് പോകുന്ന കേസിൽ ഒരു 5 minutes റൂൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാനൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പല ടാസ്കുകളും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന അത്ര ഡിഫിക്കൽട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പലപ്പോഴും തുടങ്ങാൻ മടിയായിരിക്കും. ചിലപ്പോൾ അത് ചെയ്തു തുടങ്ങുന്ന ഇത് കുറേ സാധനം വേണ്ടേ, നടക്കൂല. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വീഡിയോ ഇല്ല, നോട്ട്സ് എന്നോട് മിസ്സായി, മറ്റോ നോട്ട്സ് ആക്കട്ടെ, കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, എന്താണ് സാരമില്ല, ഞാനൊരു 5 മിനിറ്റ് അതൊന്ന് ചെയ്തു നോക്കട്ടെ എന്നുള്ള രീതിയിൽ അതിൻ്റെ മുകളിലിരിക്കും. ആ 5 മിനിറ്റ് ഞാൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റാറുണ്ട്. ഇതാണ് 5 minutes റൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങളൊരു കാര്യം ഒരു 5 minutes ചെയ്യാൻ നോക്കുക, അത് മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. 5 minutes കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുക്കുക അല്ലെങ്കിൽ ഉറക്കം വരിക എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റിൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നം. ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് വരും. ചിലപ്പോൾ നിങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത് ഏത് ചാപ്റ്റർ ആണെങ്കിലും ഒരു കാരണവശാലും ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, പ്രിന്റഡ് മെറ്റീരിയൽ, നിങ്ങൾ എഴുതിയ നോട്ട് ഒന്നിലും തുടങ്ങരുത്. ഏറ്റവും ആദ്യം ഒരു ക്ലാസ് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലാസ് കാണാം. എഡ്യൂപോർട്ടിൻ്റെ വീഡിയോ റിവിഷൻ ലെക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾ കാണാന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, 5 minutes റൂൾ ഉപയോഗിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇനി ഒരു സംശയമില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാനുള്ള സമയമില്ല, നോക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, നോക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. സമയം ഉണ്ടെങ്കിൽ നോക്കിക്കുക, എനിക്കൊരു പ്രശ്നമില്ല.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ ആപ്പിലേക്ക് എടുക്കുക. കഴിഞ്ഞ 10-15 വർഷത്തെ PYQ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ 2012 മുതൽ 2020 വരെയുള്ള PYQ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ജസ്റ്റ് നോക്കിയാൽ മതി. ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ നോക്കോ, ഇതായിരുന്നില്ലേ കാര്യം. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം, രണ്ടാമത്തെ മെയിൻ പ്രശ്നം അതായിരുന്നു കേട്ടോ. സാറ് പഠിക്കണം എന്ന് പറയുന്നുണ്ട്, എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ല. ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആദ്യം വീഡിയോ ക്ലാസ് കാണാം, പിന്നെ PYQ ചെയ്യുക. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ അതും കാണാം കേട്ടോ. ഓക്കെ, അപ്പം ബൈ.